ചേട്ടാ നാളെ ബുള്ളറ്റിന് ഷോപ്പിൽ നിന്ന് കിട്ടില്ലേ? നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ കതക് തുറന്നു കിടക്കുന്നു. ചേട്ടൻ വന്നാണ്. അയ്യോ എനിക്ക് പേടിയാണ്. ഞാനിവിടെ ഇന്നൊരു സീൻ ഉണ്ടാക്കി. ഞാൻ പോവാം. എവിടേക്കാ കളിക്കറി വരുന്നേ? കണ്ടവന്റെ ഒക്കെ കൂടെ അഴിഞ്ഞാടി നടന്നേച്ച് ഒരു ഉളുപ്പില്ലേ നിനക്ക്? എന്റെ കുഞ്ഞിന്റെ ജീവിതം തൊലിച്ചിട്ട് നാണമില്ലാതെ കേറി വരുക. കടന്ന് പൊക്കോണം സെക്കൻഡില്. വന്നേക്കുവാനാണോ മാനമില്ലാതെ? എവിടെയൊക്കെയോ നിരങ്ങി നടന്നേച്ച് വന്ന് നിൽക്കുക. ഉളുപ്പില്ലാത്ത സാധനം. ആ എങ്ങോട്ടായി തള്ളി കയറി പോന്നേ? ഇനി വീണ്ടും ഇവിടെ കയറി പുറക്കാനാണോ? എവിടെ നിന്റെ കാമുകൻ? എവിടെ? അവനെ കളഞ്ഞോ? നീ ഒറ്റ ഒരുത്തി കാരണമാണ് എന്റെ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. നിങ്ങളുടെ ഒരു തള്ള. ഇറങ്ങിപ്പോടി. എന്റെ കണ്ണും പെട്ടത് നിന്നെ കണ്ടേ. വാമേ സുഖാണോ? പിന്നെന്താ സുഖാണ്. മനുവില്ലേ ചേച്ചി? മനു ഉണ്ടല്ലോ. ശരി എന്നാ പോയി വരട്ടെ. ശരി ശരി. ഹലോ ചക്കരെ, നീ ഇത് എവിടെയാ? നീ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പാർക്കിൽ വന്ന് ഒത്തിരി നേരം ഇരുന്നു. നീ എന്ത് പറ്റി വരാന്ന്? ഓ വീട്ടിലെ കലിപ്പൊക്കെ വിട്. ഞാൻ നിന്നെയും കാത്ത് അവിടെ ഇരുന്നില്ലേ? ആ കുഴപ്പമില്ല, നമുക്ക് നാളെ കാണാം. ഞാൻ കണ്ടിട്ടും ഇല്ലല്ലോ. തീർച്ചയായും. മാവോ മാവനോടേക്ക് ഞാൻ എന്താ വരുന്നേ? ഇവിടെ അടി നടക്കുന്നുണ്ടടി. അത് ലക്ഷ്മി ചേച്ചിന്റെ മോനല്ലേ? അതൊരു അയ്യോ അവിടെ സൂക്ഷിച്ച് ജീവിക്കാണ്ട് കരുവണ്ട. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നീ അയക്കടാ. എന്തായി വക്കീൽ നോട്ടീസ്? എന്താ ഓടാ. നീ ചെവി വിളിക്കോ? ആണില്ലേ? ഇത് മനുകൃഷ്ണനല്ലേ? അതെ. മനുകൃഷ്ണൻ രജിസ്റ്റേർഡ് ഉണ്ട്. ഇവിടെ നോക്കട്ടെ. മോനെ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടമ്മ? സുഖമാണോ? സുഖം തന്നെ അമ്മ. എന്നാ വാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം.
ഇല്ലമ്മ ഞാൻ തൊട്ടകരഞ്ഞ് ചായ കഴിച്ചിട്ട് വന്നു. ആണോ? ആ ഇപ്പം കുടിച്ചോ. ശരി, എന്നാ പിന്നെ കേട്ടെ. അമ്മ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണല്ലോ. സത്യം? ആ എവിടെയാ മോനെ? സെക്രട്ടേറിയറ്റില്. ആണോ? ഭഗവാനെ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു. കാർഷികം എല്ലാ ജില്ലകളിലും ആഘോഷമാണ്. സാധനം ചേരുന്ന വകുപ്പുകളുടെ നേതൃത്വത്തിലും നഗരസഭാ വാർഷികം അതെ, ലക്ഷ്മി ചേച്ചിക്ക് ഇപ്പോഴൊരു സമാധാനമായതല്ലേ? മനു ഓക്കെ ആയല്ലോ. അപ്പൊ അവന് ജോലിയൊക്കെ ആയില്ലേ? ഞാൻ കേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മുടെ മോളെ മനുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നീ എന്താ ഈ പറയണ? അതിനെന്താ, അവൻ നല്ല പയ്യനല്ലേ? അവൻ സർക്കാർ ജോലിയുണ്ട്, പിന്നെന്താ? പറയണതൊക്കെ റെഡി തന്നെയാണ്. മോള് അവളെന്താ പറയാന്നറിയില്ലോ. അവളെന്താ പറയാ, അവൾക്ക് ഓക്കെ ആയിരിക്കും, കുഴപ്പമൊന്നും കാണില്ല. എന്താ അച്ഛൻ്റെ അഭിപ്രായം? മോളെ വിളിച്ചോക്കിയേ. മോളെ ഗോപികേ, മോളെ. ഞങ്ങള് നിന്റെ കല്യാണക്കാരത്തെ കുറിച്ച് സംസാരിക്കായിരുന്നേ. എനിക്കിപ്പോഴൊന്നും വേണ്ട കല്യാണം. എനിക്ക് പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും നമുക്ക് പഠിക്കാലോ. നിനപ്പോ എന്താ കുഴപ്പം? നമ്മുടെ മനുവിനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം? നമ്മുടെ മനു അല്ലല്ലേ, നല്ല പയ്യനല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ. നോക്കാം. അപ്പൊ അച്ഛനും അമ്മയോട് ചോദിക്കണം. മച്ചാ, അങ്ങനെ ആവാലോ അല്ലേ? അങ്ങനെ ആവാലോ അല്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ സമ്മതാ. ചേച്ചി, ലക്ഷ്മി ചേച്ചി. ആ ഇതാരാ? മീനാക്ഷി വാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താണ്, സുഖമായിട്ടിരിക്കണോ? ഇതെന്റെ സഹോദരനാ, ഏറ്റവും ഇളയ ആളാ. കൊട്ടാരക്കരയില്ല താമസം. കുറച്ച് സുഖമായിരിക്കണം, കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മി ചേച്ചി, നമ്മുടെ മനുവിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, തൊട്ടാരുടെ ഇറങ്ങി. പോയിട്ടില്ല, ദൂരത്ത് പോയിട്ടില്ല. കണ്ടിട്ടില്ലേ? പിന്നെ ഞങ്ങള് രണ്ടാളും കൂടി ഒരു ചിന്ത ചിന്തിച്ചായിരുന്നു. നമുക്ക് മനുവിന് നമ്മുടെ മോളെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. നമ്മൾ ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ഔദ്യോഗികയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലാണ്ട് പറഞ്ഞാണ്. എന്നാ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അത് നല്ല കാര്യമാണ്. ഒരു മകളേ ഉള്ളൂ. അതെ അതെ, ഞങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ. അവൾ പഠിക്കാണ്. പരസ്പരം ഇഷ്ടമാണെങ്കിൽ എന്നാ നമുക്ക് നമ്മള് പറഞ്ഞ പോലെ കാര്യങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്തി കളയാം. അങ്ങനെയാവാം. ശരി ചേച്ചി, അങ്ങനെയാവാം. നിങ്ങളെന്നാ പോയിക്കോട്ടെ. എന്നാ പിന്നെ ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്താ ലക്ഷ്മിക്കുട്ടി, വലിയ ആലോചനയിലാണല്ലോ. എന്ത് പറ്റി? നീ വന്നോ? വന്നിരിക്കും.
വിശക്കുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയുന്നേ എന്താ? അത് പിന്നെ മോനെ, നമ്മുടെ വേണുവും മീനാക്ഷിയും കൂടെ ഇന്നലെ സന്ധ്യയ്ക്ക് ഇവിടെ വന്നിരുന്നു. അവര് ഒരു ആലോചനയായിട്ടാണ് വന്നത്. ആലോചന? എന്താലോചന? അതെ മോനെ, അവരുടെ മകൾ ഗോപിയല്ലേ, ആ കൊച്ചിനെ നിന്നെ കൊണ്ട് കെട്ടിക്കാനുള്ള ഒരു ആഗ്രഹം അവരുണ്ടോ? നിന്റെ അഭിപ്രായം എന്താ? അത് ശരിയാവത്തില്ല അമ്മേ. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അത് വേണ്ട. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. വിശക്കുന്നു. അമ്മ ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ താ. നീ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോയാലോ? അത് ശരിയാവത്തില്ല. നിനക്കൊരു ജീവിതം വേണ്ടേ? നീ എന്നും ഇങ്ങനെ നിന്നാ മതിയോ? എൻ്റെ ജീവനങ്ങ് പോകുന്നതിന് മുമ്പ് നിനക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല മോനെ. അല്ലാതെ എൻ്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. എന്നാ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി.